ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9th ചാപ്റ്റർ 2 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 3 and 4 ആണ്. ഫാക്ടറൈസ് ദ ഫോളോയിങ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഐഡൻറ്റിറ്റീസ്. നമുക്ക് യോജിച്ച ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് താഴെ തന്നിരിക്കുന്ന ഈ 3 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. അതാണ് നമ്മളുടെ ടാസ്ക് അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മളൊരു ഏകദേശം ഒരു 8ഓളം ഐഡൻറ്റിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഐഡൻറ്റിറ്റി പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2 സ്ക്വയർ വരുമ്പോൾ ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യും? 3 സ്ക്വയർ വരുമ്പോൾ ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യും? ക്യൂബുകൾ 2 എണ്ണം വരുമ്പോൾ ഏത് യൂസ് ചെയ്യും? പിന്നെ ചില നമ്പറുകൾ അടുപ്പിച്ച് വരുമ്പോൾ ഏത് യൂസ് ചെയ്യും? ഇപ്പം 2 സ്ക്വയർ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് x + y ഹോൾ സ്ക്വയർ ആണ്. അവിടെയാണ് നമുക്ക് x² + y² + 2xy എന്ന് വരുന്നത്. ഇനി 3 സ്ക്വയർ വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് x + y + z ഹോൾ സ്ക്വയർ ആണ്. അവിടെ നമുക്ക് x² + y² + z² + 2xy + 2xz + 2yz എന്ന് വരും. അപ്പോൾ അത്തരം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. 2 സ്ക്വയർ വരുമ്പോൾ ഏത്, 3 സ്ക്വയർ വരുമ്പോൾ ഏത്, 2 ക്യൂബ് വരുമ്പോൾ ഏതാണ്, അല്ലെങ്കിൽ നമ്പറുകൾ 3xy ഹോൾ ക്യൂബ്, അങ്ങനെ കുറേ ഇതുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ, ഏതൊക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെയെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഏതൊക്കെ അതിനുള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 2 സ്ക്വയറുകളാണ് നമുക്കുള്ളത്. എക്സിനും 2 സ്ക്വയറുകളുണ്ട്. ഫസ്റ്റത്തെ 2 സ്ക്വയറുകൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് x + y ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ x - y ഹോൾ സ്ക്വയർ ആണ്. അതിൽ പ്ലസ് വേണോ y വേണോ എന്നുള്ളത്, മൈനസ് വേണോ എന്നുള്ളത് രണ്ടാമത്തെ ആൾ, സ്ക്വയർ ഇല്ലാത്ത ആൾ തീരുമാനിക്കും. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അത് x + y എന്നായിരിക്കും, മൈനസ് ആണെന്നുണ്ടെങ്കിൽ അത് x - y എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേന് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി x + y ഹോൾ സ്ക്വയർ = x² + y², x² + 2xy + y². ഇതിന് നമ്മൾ കമ്പയർ ചെയ്യുക. x² സ്ഥാനത്ത് 9x² ആണ്. അപ്പോൾ x എന്തായിരിക്കും? 2ന്റെ റൂട്ട് എടുക്കുക. ഓക്കെ, 9ന്റെ റൂട്ട്, സ്ക്വയർ കളയാൻ റൂട്ടാണല്ലോ എടുക്കുക. 9ന്റെ റൂട്ട് 3 ആണ്, x² റൂട്ട് x ആണ്, അപ്പോൾ 3x. y² സ്ഥാനത്ത് y² തന്നെയാണ്, അപ്പോൾ y = y എന്ന് കിട്ടും. ഇനി 2xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × x 3x ആണ്, y എന്ന് പറഞ്ഞാൽ y ആണ്, അപ്പോൾ 2 × 3 6, 6 × xy 6xy കേട്ടോ. അത് തന്നെയാണ് നമ്മളുടെ ഇക്വേഷനിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡൻറ്റിറ്റി ഏതാണ്? x + y ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 9x² + 6xy + y² ഹോൾ സ്ക്വയർ = x + y ഹോൾ സ്ക്വയർ ആണ് വരേണ്ടത്. x ആരാ? 3x. അപ്പോൾ 3x. y ആര് തന്നെയാണ്? y തന്നെയാണ്. അപ്പോൾ 3x + y ഹോൾ സ്ക്വയർ. അതിനെ ഫാക്ടറൈസും ചെയ്യുമ്പോൾ 2 എണ്ണം ആക്കിയിട്ട് എഴുതുക. 3x + y × 3x + y. ഇതാണ് നമ്മളെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 4y² - 4y + 1. 1നെ നമുക്ക് 1² എന്ന് എഴുതാലോ. ഇവിടെയും നമുക്ക് 2 സ്ക്വയർ വരുന്നുണ്ട്, മൈനസ് ആണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് x - y ഹോൾ സ്ക്വയർ ആണ്, അഥവാ x² - 2xy + y². നമ്മൾ കമ്പയർ ചെയ്യുക. x² സ്ഥാനത്ത് ആരാണ്? 4y² ആണ്. അപ്പോൾ x = ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2y എന്ന് വരും കണ്ടോ. y² സ്ഥാനത്ത് 1² ആണ്, അപ്പോൾ y = 1 എന്നും വരും. ഇനി ഇതിനെ നമ്മൾ 4y² - 4y + 1 എന്നുള്ളത് x - y ആക്കുമ്പോൾ x എന്താണ്? 2y ആണ്, y എന്താണ്? 1 ആണ്, അപ്പോൾ 2y - 1 ഹോൾ സ്ക്വയർ എന്ന് വരും. അഥവാ 2y - 1 2y - 1 എന്ന് വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തത് x² - y / 100 ഹോൾ സ്ക്വയർ എന്നാണ്. 100 എന്തിൻ്റെ സ്ക്വയറാ? 100 10ന്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ y / 100നെ നമുക്ക് y / 10 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തൂടെ. അപ്പോൾ y² / 10ന്റെ സ്ക്വയർ 100 എന്ന് കിട്ടും അല്ലേ. 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ ആണ്, അപ്പോൾ y / 10 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തൂടെ? കൊടുക്കാം.
ഓക്കെ, അപ്പോൾ ഇത് ഏത് ഐഡൻറ്റിറ്റിയാണ്? രണ്ട് സ്ക്വയറുകൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ വേറെ നമ്പർ ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് സ്ക്വയർ വന്ന എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു. പക്ഷേ വെറും സ്ക്വയറുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്ന ഐഡൻറ്റിറ്റി ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്, വൈയുടെ സ്ഥാനത്ത് ആരാ? വൈ ബൈ 10 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 10 എക്സ് മൈനസ് വൈ ബൈ 10 എന്ന് വരും. ക്ലിയർ? ഓക്കെ, ഇങ്ങനെയാണ് ഈ 3 ഫാക്ടറൈസേഷൻ വരുന്നത്. ദെൻ നാലാമത്തത് എക്സ്പാൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് സ്യൂട്ടബിൾ ഐഡന്റിറ്റി. താഴെ തന്നിരിക്കുന്നത് എക്സ്പാൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ കണ്ടോ 3 സ്ക്വയറുകൾ വരുന്നു, 3 നമ്പറുകൾക്ക് ഹോൾ സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നും 6 എണ്ണം ഉണ്ട് ഇവിടെ. അത് ഓരോന്നും എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എക്സ് പ്ലസ് 2y പ്ലസ് 4z ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി ഏതാ? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2xz പ്ലസ് 2yz. ഇതിങ്ങനെ കാണാപ്പാടം പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഇത് സംഭവം നോക്കിയാൽ മതി. ആദ്യം 3ന്റെയും സ്ക്വയറുകൾ വരും, പിന്നെ എക്സ് ഇൻറ്റു വൈ 2xy, പിന്നെ എക്സ് ഇൻറ്റു സെഡ്. അപ്പോൾ എക്സിനെ രണ്ടായിട്ടും കമ്പയർ ചെയ്താലോ? അടുത്ത വൈ ഇൻറ്റു സെഡ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യല്ലേ, പിന്നെ അപ്പുറത്ത് സെഡിനെ കമ്പയർ ചെയ്യാൻ അപ്പുറത്ത് ആരുമില്ല, മുന്നേക്ക് ജോയിൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി ഇതിൽ എക്സും വൈ ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് ആര് തന്നെയാണ്? എക്സ് തന്നെയാണ്. വൈയുടെ സ്ഥാനത്ത് 2y ആണ്, സെഡിൻ്റെ സ്ഥാനത്ത് 4z ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ. വൈയുടെ സ്ഥാനത്ത് 2y ആണ്, അപ്പോൾ 2yൻ്റെ സ്ക്വയർ. സെഡിൻ്റെ സ്ഥാനത്ത് 4z ആണ്, 4zൻ്റെ സ്ക്വയർ. ദെൻ 2xy 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2y, then 2xz 2 into x into z, then 2yz. ഇനി ഇതെല്ലാം ചെയ്യുക നമ്മൾ. എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, വൈൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ 16, സെഡിൻ്റെ സ്ക്വയർ സെഡ് സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ നമ്പറൊന്നുമില്ല, അപ്പോൾ 2 എക്സ് ഇൻറ്റു സെഡ് എക്സ് സെഡ്. ഇവിടെ 2 into 2 4, 4 into 4 16, then y into z വൈ സെഡ്. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. പക്ഷേ രണ്ടാമത്തേൽ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? അവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയറിനെ പഠിച്ചിട്ടുള്ളൂ, മൈനസിന് നമ്മൾ പഠിച്ചിട്ടില്ല. സംഭവം എത്രയേ ഉള്ളൂ, ആ മൈനസിന് ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അവിടെ പ്ലസ് കൊടുക്കുക. കണ്ടോ? ഈ മൈനസിനെ നമ്മൾ 2x പ്ലസ് മൈനസ് വൈ പ്ലസ് സെഡ്. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 2x ആണ്, വൈ എന്ന് പറയുന്നത് ഏതാ? മൈനസ് വൈ ആണ് ഇവിടുത്തെ വൈ. സെഡ് തന്നെയാണ്. ഇതനുസരിച്ച് നമ്മൾ വാല്യൂ കൊടുക്കും. നോക്കിക്കോട്ടോ, എക്സ് സ്ക്വയർ 2x, വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വൈൻ്റെ സ്ക്വയർ, സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സെഡ് സ്ക്വയർ, പിന്നെ 2xy എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് 2x ആണ്, വൈ മൈനസ് വൈ. ദെൻ 2xz 2 ഇൻറ്റു എക്സ് 2x ആണ്, z ആണ്. ദെൻ 2yz വൈ മൈനസ് വൈ ആണ്, z ആണ്. ഇനി ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, മൈനസ് വൈൻ്റെ സ്ക്വയർ മൈനസ് പോസിറ്റീവ് ആവും, സ്ക്വയർ കാണുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും. സെഡിൻ്റെ സ്ക്വയർ സെഡ് സ്ക്വയർ. ദെൻ 2 ഇൻറ്റു 2 4 ആണ്. പക്ഷേ എക്സ് ഇൻറ്റു മൈനസ് വൈ അത് മൈനസ് എക്സ് വൈ ആണ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്ന്. ഇത് പോസിറ്റീവാണ് നെഗറ്റീവാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് ആയാൽ ആൻസർ നെഗറ്റീവ് ആവും, അതുകൊണ്ടാണ് അത് 4x മൈനസ് 4xy വന്ന്. അടുത്തത് ഇവിടെ ഫുള്ള് പോസിറ്റീവാണ്. 2 ഇൻറ്റു 2 4, എക്സ് ഇൻറ്റു സെഡ് എക്സ് സെഡ്. ഇവിടെ ഒരാൾ നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് മൈനസ് ഇട്ടത്. 2 മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ നമ്പറൊന്നുമില്ല. ദെൻ വൈ ഇൻറ്റു സെഡ് വൈ സെഡ്. അപ്പോൾ ഇതിൻ്റെയും എക്സ്പാൻഷൻ കിട്ടി. എന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ? 4x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 4xy പ്ലസ് 4xz മൈനസ് 2yz. ഓക്കെ, ദെൻ മൂന്നാമത്തത് ഇവിടെ എക്സിനാണ് നെഗറ്റീവ് ഉള്ളത്, അപ്പോൾ എക്സിനെ മൈനസ് ആക്കിയിട്ട് എടുത്താൽ മതി. എക്സ്പാൻഷൻ ഇത് തന്നെയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുമ്പോൾ മൈനസ് 2x ദ ഹോൾ സ്ക്വയർ. ഓക്കെ, മൈനസ് 2x ദ ഹോൾ സ്ക്വയർ, വൈ സ്ക്വയർ 3yൻ്റെ സ്ക്വയർ, സെഡ് സ്ക്വയർ 2z സ്ക്വയർ. ദെൻ 2xy എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് എന്താ? മൈനസ് 2x, വൈ എന്താ? 3y പ്ലസ് 2xz 2 ഇൻറ്റു എക്സ് മൈനസ് 2x, z 2z. ദെൻ 2yz 2ൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു, y എന്താണ്? 3y ആണ്, z എന്താണ്? 2z. ഇനി ഞാൻ ചെയ്യാൻ പോകണ്ടോ, നെഗറ്റീവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അത് പോസിറ്റീവ് ആകും. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4x സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ 9, വൈൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, സെഡിൻ്റെ സ്ക്വയർ സെഡ് സ്ക്വയർ. ദെൻ
okay, then 2 into minus 2x into 3y. ഒരെണ്ണം നെഗറ്റീവ് ആണ്, അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയി. 2 into 2 4, 4 into 3 12, x into y xy, so minus 12xy. ഇവിടെ അതേപോലെ തന്നെ 2 into minus 2x into 2z, ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയി. 2 into 2 4, 4 into 2 8, x into z xz. ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്, സോ 2 into 3 6, 6 into 2 12, then y into z yz. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷനായി 4x square plus 9y square plus 4z square minus 12xy minus 8zxz plus 12yz. then നാലാമത്തത് 3a minus 7b minus c. അപ്പോൾ ഈ മൈനസ് 7bനെയും മൈനസ് സിനെയും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക, പ്ലസ് ഇട്ടുണ്ട്. ഐഡൻറ്റിറ്റി ആണ് കേട്ടോ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ആര് വരും? 3a സ്ക്വയർ വരും. വൈ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ആര് വരും? മൈനസ് 7b ഹോൾ സ്ക്വയർ വരും. സെഡ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ആര് വരും? മൈനസ് സി ഹോൾ സ്ക്വയർ വരും. 2xy, 2ൻ്റെ സ്ഥാനത്ത് 2, എക്സിൻ്റെ സ്ഥാനത്ത് ആരാ വരിക? 3a, വൈൻ്റെ സ്ഥാനത്ത് ആരാ വരിക? മൈനസ് 7b. ഓക്കെ, ദെൻ അടുത്തതാരാ? 2xz, 2ൻ്റെ സ്ഥാനത്ത് 2 തന്നെ, എക്സ് 3a ആണ്, z എന്താണ്? മൈനസ് സി ആണ്. ഇതാ കണ്ടോ. ദെൻ 2 into y മൈനസ് 7b z മൈനസ് സി. നമ്മളിത് ചെയ്യാൻ പോവാണ്. 3ൻ്റെ സ്ക്വയർ 9, എൻ്റെ സ്ക്വയർ എ സ്ക്വയർ, മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആവും. 7ൻ്റെ സ്ക്വയർ 49, ബിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ, മൈനസ് സിൻ്റെ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആവും. ഇനി അടുത്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടം വരെ ഉണ്ട്. ഒരെണ്ണം നെഗറ്റീവ് ആണ്, അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയി. 2 into 3 6 ആണ്, 6 into 7 42, ദെൻ എ ഇൻറ്റു ബി എ ബി. അടുത്തതായി ഇങ്ങനെ ഒരെണ്ണം നെഗറ്റീവ് ആണ്, അപ്പോൾ ആൻസർ നെഗറ്റീവ് ആവും. 2 into 3 6, എ ഇൻറ്റു സി എ സി. അടുത്ത് 2 into ഇങ്ങനെ രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ നമ്പറുകളിൽ 2 നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതെന്താകും? പോസിറ്റീവ് ആകും. സോ ഇവിടെ പോസിറ്റീവായി. 2 into 7 14, ബി ഇൻറ്റു സി ബി സി. അപ്പോൾ 9a സ്ക്വയർ പ്ലസ് 49b സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 42ab മൈനസ് 6ac പ്ലസ് 14bc. ഇനി അഞ്ചാമത്തത്, ഫസ്റ്റത്തേനും ലാസ്റ്റത്തേനും ഓരോ നെഗറ്റീവ് ഉണ്ട്, നമ്മൾ ആ നെഗറ്റീവ് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യുക. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ സെയിം ഐഡൻറ്റിറ്റി തന്നെ. നമ്മളിപ്പോൾ ഇത് ഒരുപാട് വട്ടമായി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 2x, വൈ 5yൻ്റെ സ്ക്വയർ മൈനസ് 3zൻ്റെ സ്ക്വയർ, ദെൻ 2xy, 2 into minus 2x into 5y, 2xz, 2 into minus 2x minus 3z, 2yz, 2 into 5y പിന്നെ z കൊടുത്തു. ഇനി മൈനസ് 2ൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആവും. 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ 25, വൈൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ. നെഗറ്റീവിൻ്റെ സ്ക്വയർ കാണുമ്പോൾ പോസിറ്റീവ് ആവും. 3ൻ്റെ സ്ക്വയർ 9, സെഡിൻ്റെ സ്ക്വയർ സെഡ് സ്ക്വയർ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടം വരെ ഒരെണ്ണം നെഗറ്റീവ് ആണ്, അപ്പോൾ ആൻസർ നെഗറ്റീവ് ആവും. 2 into 2 4, 4 into 5 20, എക്സ് ഇൻറ്റു എക്സ് വൈ. അടുത്തതാ രണ്ട് നമ്പർ നെഗറ്റീവ് ആണ്, അപ്പോൾ അത് പോസിറ്റീവ് ആവും. 2 into 2 4, 4 into 3 12, എക്സ് ഇൻറ്റു സെഡ് എക്സ് സെഡ്. ഇവിടെ ഒരു നമ്പറേ നെഗറ്റീവ് ഉള്ളൂ, സോ ആൻസർ നെഗറ്റീവ് ആവും. 2 into 5 10, 10 into 3 30, വൈ ഇൻറ്റു സെഡ് വൈ സെഡ്. അപ്പോൾ 4x സ്ക്വയർ പ്ലസ് 25y സ്ക്വയർ പ്ലസ് 9z സ്ക്വയർ മൈനസ് 20xy പ്ലസ് 12xz മൈനസ് 30yz എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് വൺ ഫ്രാക്ഷനൊക്കെ ഉള്ളതാണ്. ഫ്രാക്ഷനൊക്കെ നമ്മൾ അതേപോലെ കൺസിഡർ ചെയ്യുക. ഓക്കെ, സെയിം ഐഡൻറ്റിറ്റി തന്നെ കൊടുത്തു. എക്സിൻ്റെ സ്ഥാനത്ത് 1/4a ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. വൈയുടെ സ്ഥാനത്ത് മൈനസ് 1/2b ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. സെഡിൻ്റെ സ്ഥാനത്ത് 1 സ്ക്വയർ തന്നെ. എക്സിൻ്റെ സ്ഥാനത്തൊക്കെ മൈനസ് 1/4a എന്ന് കൊടുക്കുക. വൈയുടെ സ്ഥാനത്ത് എക്സിന് മൈനസ് ഇല്ല, വൈക്ക് മൈനസ് 1/2b കൊടുക്കുക, സെഡിന് 1 കൊടുക്കുക. ഇനി ഇത് സ്ക്വയർ കാണുമ്പോൾ ശ്രദ്ധിച്ചു, ഓരോന്നിനും സ്ക്വയർ കാണും കേട്ടോ. 1ൻ്റെ സ്ക്വയർ 1, 4ൻ്റെ സ്ക്വയർ 16, എൻ്റെ സ്ക്വയർ എ സ്ക്വയർ. മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അത് പോസിറ്റീവ് ആവും. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, ബിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1. ഓക്കെ, ഇനി 2 into 1 2 ആണ്. ബൈ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇത് ഇങ്ങനെ ഞാൻ ഈ റൗണ്ട് ചെയ്യുന്ന നമ്പറുകളാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്.
ഇവിടെ ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആവും. ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആവും. ഇനി ന്യൂമറേറ്ററുകൾ ആദ്യം മൾട്ടിപ്ലൈ ആണ്. 2 × 1 2 ആണ്, 2 × 1 2 ആണ്. ദെൻ 4 × 2 8 ആണ്, a × b ab. അടുത്തത് ഇതിങ്ങനെ ഇവിടം വരെ ഉള്ളൂ. രണ്ടാമത്തെ റൗണ്ട് ഇവിടം വരെ. ഇവിടെ ഒക്കെ പോസിറ്റീവ് ആണ്, അപ്പോൾ ആൻസർ പോസിറ്റീവ് ആവും. 2 × 1 2 ആണ്, 2 × 1 2 ആണ്, ഡിവൈഡർ ബൈ 4 ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ, സോ എ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത് മൂന്നാമത്തെ റൗണ്ട്. ഇവിടെ ഒരെണ്ണം നെഗറ്റീവ് ആണ്, അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയി. 2 × 1 2 ആണ്, 2 × 1 2 ആണ്, ഡിനോമിനേറ്ററിൽ ഒരു 2 ഒരു ബി. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക, ചെറുതാക്കാനുള്ളതൊക്കെ ചെറുതാക്കുക. 1/16a², 1/4 b² പ്ലസ് 1. ഇവിടെ ചെറുതാക്കുമ്പോൾ 2നെ 2 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 1, 8നെ 2 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 4, ദാറ്റ്സ് 1/4 ab. 2നെ 2 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 1, 4നെ 2 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 2, 1/2 a, 2/2 1 b എന്ന് കിട്ടും. ദെൻ എല്ലാത്തിനെയും ഞാനൊരു 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഫസ്റ്റത്തേനെ 16 ആയിട്ട്, എല്ലാത്തിനും 16 ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ 16 പോയി. 16നെ 4 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും. ഇവിടെ 16 ആയി. ഇവിടെയും 16നെ 4 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. 16നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പോൾ a², അപ്പോൾ അടുത്ത് എങ്ങനെ വരും? a² എവിടെ? a² പ്ലസ് 4b² പ്ലസ് 16 മൈനസ് 4ab പ്ലസ് 8a മൈനസ് 16b എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x² പ്ലസ് y² പ്ലസ് z² പ്ലസ് 2xy പ്ലസ് 2xz പ്ലസ് 2yz. ഇതാണ് ഞാൻ പറഞ്ഞത്. 3 സ്ക്വയർ വരുമ്പോൾ അത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ ഹോൾ സ്ക്വയർ ആണ്. 2 സ്ക്വയർ വരുമ്പോൾ അത് ഒന്നെങ്കിൽ x² മൈനസ് y² ആയിരിക്കും, അല്ലെങ്കിലോ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ?